നേരത്തേക്കുള്ള ഒരു ഭൂകമ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മിക്കവാറും എല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലേ? അവിടെയുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി കുറെ പണമൊക്കെ സമ്പാദിച്ച് അവരിവിടെ വന്ന് ഒരു സുഭിക്ഷമായ സന്തോഷമുള്ള ജീവിതം നയിക്കുകയായിരുന്നു. ശക്തമായ ബിൽഡിങ്ങുകളും ഒക്കെ കെട്ടി അവർ സന്തോഷമുള്ള ജീവിതം നയിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ഭൂകമ്പം വന്നത്. ഭൂകമ്പം വന്നു കഴിഞ്ഞപ്പോഴോ ശക്തമായി ഈ അവരുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളെല്ലാം തീപ്പെട്ടി കമ്പ് പോലെ താഴെ കിടന്നത് ഈ ഭൂകമ്പം കഴിഞ്ഞപ്പോൾ. പിന്നീട് ദുരിതാശ്വാസത്തിന് പോയ ചില ആളുകൾ പറയുന്നത് ചില ആളുകൾ മരിച്ചു കിടന്നത് അവരുടെ പണപ്പെട്ടിയുടെ മേലെ ഇങ്ങനെ കൈവച്ചുകൊണ്ടായിരുന്നു. ഇനി വേറെ ചില ആളുകൾ അവിടെ കയ്യിലും വായിലും ഒക്കെ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. പക്ഷേ ഈ സ്വർണ്ണ നാണയത്തിനൊന്നും അവരെ സംരക്ഷിക്കാൻ സാധിച്ചില്ല. ഇനി ഈ ഭൂകമ്പം കഴിഞ്ഞിട്ടോ അതിനകത്ത് അകപ്പെട്ടുപോയ ചില ആളുകൾ ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി നോട്ട് കെട്ടുകളാണ് നീട്ടിയത്. പക്ഷെ അവർക്ക് കൊടുക്കാൻ ആരുമില്ല, അവരെ സഹായിക്കാൻ ആരുമില്ല. എത്രയോ ശക്തമാണല്ലേ? അതുകൊണ്ട് വെറും ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തം അത് യഹോവ വരുത്തിയാണ് നമ്മളാരും പറയുകയില്ല. പറയുമോ? പറയില്ല. വെറും ഒരു പ്രകൃതി ദുരന്തത്തിന് ഇത്രയും ത്യാഗം ആളുകൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ അന്ധകാലത്ത് യഹോവ പാടെ നിൽക്കുമ്പോൾ ആർക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്? അതുകൊണ്ട് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വിടുതൽ നമ്മുടെ പണത്തിനോ പൊന്നിനോ ആസ്തിക്കോ നമ്മെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. അതിന്റെ അർത്ഥം ലോകത്തിലുള്ള സകല ആളുകളും നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും എന്നാണോ? ഇല്ല. അങ്ങനെ വിചാരിക്കുന്ന ആൾക്ക് തെറ്റുപറ്റി. എന്തുകൊണ്ടെന്നാൽ ഒരു സന്തോഷ വാർത്ത ബൈബിൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ആട്ടെ, എന്താണ് സന്തോഷ വാർത്ത? അന്ധകാലത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞ 60-ാം അധ്യായത്തിലേക്ക് വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ദയവായി ശ്രദ്ധിക്കുക. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സ്ത്രീയെ, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പിന്നെ വായിക്കുകയാണ്, വളരെയധികം സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് പത്രത്തിൽ മറ്റൊരു വാർത്ത വരികയുണ്ടായി, ചന്ദ്രനിൽ സ്ഥലം വിൽക്കാനുണ്ട്. നിങ്ങൾ അപേക്ഷിച്ചായിരുന്നു? അനേകം ആളുകളും ഇപ്പോൾ തങ്ങളുടെ അപേക്ഷ അയച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമി ഇല്ലാതായി പോവുകയാണെങ്കിൽ ഉടനടി ചന്ദ്രനിൽ പോയി സുഖമായിട്ട് ജീവിക്കുക. വളരെ നല്ലൊരു ഐഡിയ ആണല്ലേ? പക്ഷേ ഇവിടെ ഈ വാക്യത്തിൽ നാം കാണുന്നത് അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് അതിന്റെ പിടിയിലായിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ അന്ധകാരത്തിന്റെ അധിപതിയായ പിശാചിന് സാധിക്കുകയില്ല എന്നാണ് വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ചില ആശയങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഇവിടെ നാം വായിക്കുന്നത് അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു മൃഗത്തെ കൊല്ലാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണം. എന്നാൽ നിങ്ങൾക്ക് എത്ര ആളിനെ വേണമെങ്കിലും കൊല്ലാം, ഒരു ലൈസൻസിന്റെയും ആവശ്യമില്ല. നല്ല പിടിപ്പുള്ള ഒരു വക്കീൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരല്പം പണവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നത്. പക്ഷെ നിങ്ങൾ മൃഗത്തെ കൊന്നാൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ജീവനോടുള്ള ആളുകളുടെ ആദരവ് എത്രമാത്രം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടാതെ ഒരല്പം ആത്മീയ വശത്തേക്ക് വരാമെന്ന് വിചാരിച്ചാലോ? അവിടെ നമുക്ക് എന്താണ് പുരോഗതി കാണാൻ കഴിയുന്നത്? ആത്മീയമായിട്ട് ആളുകൾ അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ